കൊച്ചിയിലെ എടക്കാട്ടുവയൽ സെന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ ഹൈടെൻഷൻ ലൈൻ മാറ്റാൻ KSEB പണം ആവശ്യപ്പെട്ട സംഭവത്തിൽ 24 വാർത്തയ്ക്ക് പിന്നാലെ KSEB നടപടി വന്നു. പണം അടയ്ക്കാതെ തന്നെ ലൈൻ മാറ്റാനുള്ള പണികൾ KSEB ആരംഭിച്ചു. റോഡിന് എതിർവശത്തേക്ക് ലൈൻ സ്ഥാപിക്കാനുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ തുടങ്ങിയത്. പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞു. നാളെയോടെ ലൈൻ പൂർണ്ണമായും മാറ്റും. 24 ഇമ്പാക്ട് വാർത്തയുമായി സൂര്യശ്രീ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. പറയൂ സൂര്യശ്രീ. SKN വാർത്ത ഇടപെടലാകുന്നു എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ എറണാകുളം എടക്കാട്ടുവയൽ സെന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിലിനോട് ചേർന്നാണ് ഇത്തരത്തിൽ ഹൈടെൻഷൻ കേബിൾ വലിയ രീതിയിൽ അപകടകരമായ രീതിയിലൊക്കെ തന്നെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. സ്കൂൾ അധികൃതരും പഞ്ചായത്ത് അധികൃതരും ഒക്കെ പലതവണ KSEBയോട് ഈ അപകടം ചൂണ്ടിക്കാണിച്ച് ഈ ഇലക്ട്രിക് ലൈൻ 11 kV ലൈനാണുള്ളത്. ഈ ലൈൻ മാറ്റാൻ പലതവണ KSEB ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ യാതൊരു നടപടിയും ഈ വിഷയത്തിൽ ഉണ്ടായില്ല എന്ന് തന്നെ വേണം ആ സമയത്ത് പറയാനായിട്ട്. ഇതിന് പിന്നാലെയൊക്കെ കൊല്ലം തേവലക്കരയിലെ ഇത്തരത്തിലുള്ള ഒരു ദാരുണ സംഭവമൊക്കെ നമുക്ക് മുന്നിൽ പാഠമായി ഉണ്ടായ സമയത്തും ഇത്തരത്തിൽ ഈ ഒരു ആവശ്യം സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരും ഒക്കെ KSEBയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ KSEBയുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ആ സമയത്തുണ്ടായില്ല. നമ്മൾ പൊതുജനത്തിലും ഇത്തരത്തിൽ ഈ ഒരു വാർത്ത വളരെ വലിയ രീതിയിൽ തന്നെ കൊടുത്തതാണ്. അതിന് പിന്നാലെ KSEB ഇത്തരത്തിൽ ഈ സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന ഹൈ ടെൻഷൻ കേബിൾ മാറ്റാമെന്നും പക്ഷേ പകരം പഞ്ചായത്ത് ഈ ലൈൻ മാറ്റുന്നതിനുള്ള ചെലവായി പഞ്ചായത്ത് 1,07,000 രൂപ ഡിപ്പോസിറ്റായി നൽകണമെന്നും അടക്കം രേഖാമൂലം പഞ്ചായത്ത് പ്രസിഡന്റിന് കത്ത് നൽകിയിരുന്നു. ഇത് നമ്മൾ പ്രൈം ടൈമിൽ തന്നെ ഈ വാർത്തയും ബ്രേക്ക് ചെയ്തിരുന്നു. കാരണം ഇത്തരത്തിൽ കൊല്ലം തേവലക്കരയിലെ സംഭവം നമുക്കൊരു പാഠമായി നിൽക്കെ തന്നെ ആ സമയത്തെ പല KSEB ഓഫീസുകളിലും പല സ്ഥലങ്ങളിലും ഒക്കെ തന്നെ അവർ സ്വന്തം പ്ലാൻ ഫണ്ടിൽ നിന്ന് പണം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ അപകടകരമായ